ചൈനയിൽ അതിവേഗം പടരുന്ന വൈറസിൽ സ്ഥിരീകരണവുമായി ചൈന രംഗത്തെത്തിയിരിക്കുന്നു. ചൈന പറയുന്നത് ഇത് ഒരു മാരകമായ വൈറസ് അല്ല, അതുകൊണ്ട് തന്നെ ഈ ചൈനയിലേക്ക് വരുന്ന പൗരന്മാർ ഭയക്കേണ്ടതില്ല, ഇല്ലെങ്കിൽ ചൈനയിലേക്ക് എത്തുന്ന വിദേശികൾ ഭയക്കേണ്ടതില്ല എന്ന് ചൈന അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് വായിക്കപ്പെടേണ്ട ഒരു വാർത്ത, നമ്മുടെ സർക്കാരുകളും ഒപ്പം തന്നെ മറ്റ് ഏജൻസികളും ഇതിനെക്കുറിച്ച് ഒരു ജാഗ്രത നിർദ്ദേശം അല്ലെങ്കിൽ മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അത് അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഈ ഹ്യൂമൻ മെറ്റാപ്ന്യൂമോസിസ് എന്നാണ് ഈ വൈറസിൻ്റെ പേര്. HMPV എന്ന് പറയുന്ന വൈറസാണ്. അതിനെക്കുറിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസിൻ്റെ ഡയറക്ടർ ഡോക്ടർ അതുൽ ഗോയൽ പറയുന്നത് ഇങ്ങനെയാണ്: ശൈത്യകാലത്ത് സാധാരണമായി സംഭവിക്കുന്ന പനി, ചുമ, മൂക്കടപ്പ്, ശ്വാസമുട്ടൽ തുടങ്ങിയ ആ അസുഖം തന്നെയാണ് ഈ HMPV എന്ന് പറയുന്ന വൈറസും ചെയ്യുന്നത്. അതുകൊണ്ട് ഭയക്കേണ്ട കാര്യമില്ല, പാനിക്കാകേണ്ട കാര്യമില്ല, പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. HMPVക്ക് മാത്രമായിട്ട് മരുന്ന് നിലവിലില്ല. സാധാരണ പനിക്കും മറ്റും നൽകുന്ന മരുന്ന് തന്നെയാണ്. അത് നമ്മുടെ രാജ്യത്ത് സ്റ്റോക്ക് ഉണ്ട്. എല്ലാ ആശുപത്രികളിലും അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതായത് പിന്നെ നാം എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മുൻകരുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചുമയും ജലദോഷവും മറ്റും ഉള്ളവർ തൂവാലകളും മറ്റും ഉപയോഗിക്കുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കാൻ ശ്രമിക്കുക. അതായത് മറ്റുള്ളവരിലേക്ക്, സാധാരണ നമ്മൾ വീടുകളിൽ തന്നെ പറയാറുണ്ട്, ജലദോഷവും മറ്റും വരുമ്പോൾ അത് വീട്ടിലുള്ളവർക്ക് പകരുമെന്ന്. അത്തരത്തിൽ പകരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ മാത്രം നാം എടുത്താൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. ജലദോഷത്തിനും കാരണമാകുന്ന മറ്റേത് ശ്വാസകോശ വൈറസിനെ പോലെ തന്നെയാണ് HMPV. അത് ഭയക്കേണ്ട കാര്യമില്ല. ശൈത്യകാലത്താണ് ഇത് കൂടുതൽ വരുന്നത്. നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ശൈത്യകാലമാണ്. അവിടെയാണ് ഈ ചുമയും ജലദോഷവും ഒക്കെ കൂടുതൽ ഉള്ളത്. 2024 ഡിസംബറിൽ നമ്മളുടെ ഡേറ്റ പ്രകാരം, അതായത് നമ്മുടെ ഇന്ത്യയുടെ ഡേറ്റ പ്രകാരം ഇങ്ങനൊരു കേസും ഈ HMPVയുടെ വൈറസിൻ്റെ ഒരു ഡേറ്റ ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഇതുകൂടാതെ തന്നെ അമേരിക്കയിലും കാനഡയിലും അടക്കം ഇപ്പോൾ ഈ HMPV പടരുന്നുണ്ട്. നമ്മളുടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ അന്താരാഷ്ട്ര ഏജൻസികളുമായി ബന്ധപ്പെട്ട് വരുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ അത് ഭയക്കേണ്ട കാര്യമില്ല. ഒരു പനി പോലെയുള്ള ഒന്നാണ്. പനി പടരാതെ നോക്കണം. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരോഗ്യം ക്ഷയിച്ച, ഇല്ലെങ്കിൽ ഒരുപാട് പ്രായമായവരെയും കൊച്ചു കുട്ടികളെയുമാണ്. കാരണം സമാനമാണ് പനി വന്നു കഴിഞ്ഞാൽ. ഇത് വർദ്ധിച്ചു കഴിഞ്ഞാൽ, അതായത് HMPV 6 ദിവസത്തിനുള്ളിലാണ് നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ചുമയും പനിയും മൂക്കടപ്പും ഒക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഇത് ബാധിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് ന്യൂമോണിയായി മാറാം. സ്വാഭാവികമായി പനി വന്നാലും നമ്മൾ ചികിത്സിക്കാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി അത് ന്യൂമോണിയയിലേക്ക് പോകുന്ന ഒരു സാധ്യത നിലനിൽക്കുന്നു. അതുകൊണ്ട് ഭയക്കേണ്ട. പക്ഷേ പകരം നാം ചില മുൻകരുതലുകൾ എടുക്കണം. പനിയും മറ്റും മറ്റുള്ളവരിലേക്ക് പകർത്താതിരിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പടരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക എന്നുള്ളതാണ്. ഏതായാലും ഇന്നലെ ഞങ്ങൾ ഈ വാർത്ത നൽകിയിരുന്നു. പലരും ഫേക്ക് ന്യൂസ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും അതിൻ്റെ ബാക്കി എന്ന നിലയിൽ, അതായത് പരിഭ്രാന്തരാകേണ്ട ജനം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രസ്താവനകളും വന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.